റൈസ് വാട്ടർ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം നമ്മുടെ കഞ്ഞിവെള്ളം, പിന്നെ വാളംപുളി വെള്ളം, കറിവേപ്പിലയും മല്ലിയിലയും, പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചാണ് കേട്ടോ. ഓൾറെഡി വേവിച്ച് വെച്ച് കഴിഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഇത് പേസ്റ്റാണ്. കായം, ജീരകം, വെളുത്തുള്ളി, ഉലുവ, കുരുമുളക് ഇത്രയും ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്താണ്. പിന്നെ നമ്മുടെ ഉള്ളി, പച്ചമുളക്, അരിമുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ തക്കാളി, പിന്നെ അതൊന്ന് കടുക് വറുത്തെടുക്കാതെ നമുക്ക് കടുക് പൊട്ടിച്ച ശേഷം ഇത് കപ്പൽ മുളകും നമ്മുടെ കാന്താരിയും ഉള്ളിയും ഇട്ടതിന് ശേഷം നന്നായി വഴന്ന് വന്നപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. തക്കാളി നന്നായി വെന്ത് വന്ന ശേഷം ഞാൻ പരിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഒഴിച്ച് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മുടെ വാളൻപുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വാളൻപുളി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതായത് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേണ്ട ഉപ്പും, പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് അരച്ച് വെച്ചിരുന്നില്ലേ വെളുത്തുള്ളിയുടെ, അതും മല്ലിയിലും കറിവേപ്പിലിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് നന്നായി തിളയ്ക്കുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് വെല്ലം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ റൈസ് വാട്ടർ രസം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് സെർവ് ചെയ്യും കൂടെ ചെയ്യാം. അതെ, ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പയറുപ്പേരിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പടുവലങ്ങ കറിയും നെല്ലിക്ക അച്ചാറും നമ്മുടെ മുളക് കൊണ്ടാട്ടമാണ് കേട്ടോ. പിന്നെ അതേ നടുക്കിൽ രസം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.